സോ നമ്മൾ ഇന്ന് ഉള്ളത് പറ സോ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഫെറിയിലാണ്. ഫെറി എന്നല്ലേ പറയുന്നേ? സോ നമ്മള് ഒരു അടിപൊളി ഫെറി ഷിപ്പിലാണ്. നമ്മള് ഐൽ ഓഫ് വൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫെറി എക്സ്പീരിയൻസ് ആയിരിക്കും, പ്ലസ് ഒരു ഐൽ ഓഫ് വൈറ്റിൻ്റെ ഒരു കുട്ടിയൊരു വീഡിയോ ആയിരിക്കും, ഒരു ട്രാവൽ വ്ളോഗ്. സോ ലെറ്റ്സ് ഗോ. സോ റിവൈൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട ഇൻട്രോ ഞാൻ ഫെറിയിൽ വെച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 4:30 നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ അറൗണ്ട് ഒരു 6:30 ആയിട്ടുണ്ട്. നല്ല വെയിലാണ്. ഓൾസോ നമ്മൾ വെൽക്കം ബ്രേക്കിൽ കയറി മെക്ഡിന്ന് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ദെൻ ഒരു 2.5 hours ഫ്രം കവൻട്രിന്ന് 2.5 hours എടുത്തു പോർട്സ്മത്ത് എത്താൻ. ദെൻ അവിടെ നിന്ന് ഫെറി പിടിക്കുക ചെയ്ത് നമ്മൾ ഐൽ ഓഫ് വൈറ്റ് പോകണമെങ്കിൽ നമ്മൾ ഫെറി എടുത്തേ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ ഫോർട്ട് കൊച്ചിയിൽ വൈപ്പിൻ പോകണമെങ്കിൽ റോറോ യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെയാണ് ഐൽ ഓഫ് വൈറ്റിലേക്ക് പോകാൻ വേണ്ടി പോർട്സ്മത്തിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ഓഫ് ട്രാൻസ്പോർട്ട്. സോ ഇതിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 132 pounds ആണ് ഒരു കാർ പ്ലസ് 5 persons. സോ നമുക്ക് ബ്ലൂ ലൈറ്റ് കാർഡ് ഉണ്ടായത് കൊണ്ട് ഒരു 15% അഡീഷണലി ഓഫ് കിട്ടി. ബ്ലൂ ലൈറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുക. സോ നമ്മളിങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തു. ഇതുപോലെയാണ് എല്ലാവരും പാർക്ക് ചെയ്യണത്. നമ്മൾ കാറ് പാർക്ക് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങണം. നമുക്ക് ലോഞ്ച് ഏരിയ ഉണ്ട്. നമ്മൾ ലോഞ്ച് ഏരിയയിൽ പോയിരിക്കണം. കാരണം ഒരു 45 minutes ഉണ്ട് ട്രാവൽ പോർട്സ്മത്തിൽ നിന്ന് ഐൽ ഓഫ് വൈറ്റിലേക്ക്. ഇവിടെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാർ പാർക്കിംഗ് എല്ലാം. കാരണം 3 ഡെക്കിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത്. അതുകൂടാണ്ട് സെപ്പറേറ്റ് 2 ലോഞ്ച് ഉണ്ട്. നമുക്ക് ഇരിക്കാനും കൂടെ കഫറ്റീരിയ, ടോയ്ലറ്റ്സ്, പ്ലേ ഏരിയ, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഫെറി ഷിപ്പ് തന്നെയാണ്. ആൻഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ, ഇത് ഔട്ട്സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഈ പാനോറമിക് വ്യൂ കാണാൻ തന്നെ എന്തൊരു അടിപൊളിയാണെന്ന് നോക്കിക്കേ. സോ നമ്മൾ പോയത് പോർട്സ്മത്തിൽ നിന്ന് ഫിഷ് ബോൺ എന്ന് പറഞ്ഞ ഒരു പോർട്ടിലേക്കായിരുന്നു. അതായിരുന്നു നമുക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ ചൂസ് ചെയ്തത് അതായിരുന്നു. അതുകൂടാതെ സതാംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ലിമിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എത്തിയത് എന്തായാലും നല്ലൊരു അടിപൊളി ടൈമിലായിരുന്നു. ഐൽ ഓഫ് വൈറ്റിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് ഫെസ്റ്റിവലാണ് ഇംഗ്ലണ്ടിലെ. നമ്മൾ ഫിഷ് ബോണിൽ ഫെറി ഇറങ്ങിയിട്ട് ഒരു 1/2 hour ഡ്രൈവ് ആയിരുന്നു ദ നീഡിൽസ് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക്. അതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ. എന്തായാലും ഐൽ ഓഫ് വൈറ്റ് വരുന്ന എന്തായാലും ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ്. സോ നമ്മൾ ഫസ്റ്റ് കയറിയത് തന്നെ ചെയർ ലിഫ്റ്റിലാണ്. ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മൾ ആ ബീച്ചിൻ്റെ ആ വെള്ളത്തിൻ്റെ കളറ് നോക്കിക്ക് എനിക്കറിയില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ഓഫ് ബീച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ഐ ലവ് ദ പ്ലേസ്. ഇത് മസ്റ്റ് വിസിറ്റ് ആണ്. ചെയർ ലിഫ്റ്റിലൊക്കെ വന്നിറങ്ങി നമ്മൾ കുറച്ച് നേരം ബീച്ചിലിരുന്ന് കുറച്ച് നേരം ചില്ലിങ് ആയിരുന്നു. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവനെ കല്ലുകൊണ്ട് മൂടുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ സൺബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതിനിടയ്ക്ക് അവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത്. നിങ്ങൾ എന്ത് പറയുന്നു ഈ സ്ഥലത്തെ പറ്റി? അടിപൊളി. സോ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബോട്ടിംഗ് ആയിരുന്നു. നിങ്ങൾക്ക് 2 types ഓഫ് ബോട്ടിംഗ് ഉണ്ട്. സ്പീഡ് ബോട്ടും ചൂസ് ചെയ്യാം, ഓൾസോ സ്റ്റാൻഡേർഡ് ബോട്ടും ഉണ്ട്. സോ ഞങ്ങൾ ചൂസ് ചെയ്ത് സ്റ്റാൻഡേർഡ് ബോട്ടാണ്. ഇവന്മാർ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒരു കമ്പി ഉണ്ടായിരുന്നു, അതിലിപ്പോൾ ഞാൻ കയറിയാണേ. അതാണ് അവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മൾ നേരെ ക്രൂസിലേക്ക് കയറുവാണ്. ഇതൊരു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നും വേഴ്സാണെന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്. നമ്മൾ വിചാരിച്ച് അത്രയും ഇല്ല, ബട്ട് ഓക്കെയാണ്. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ പൂക്കി എക്സ്പ്രഷൻ ആയിരുന്നു. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ 2 റോക്ക് ഉണ്ടായിരുന്നു, നല്ല വലിയ റോക്സ്. ആ റോക്സിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ കൊണ്ടുപോകും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അവിടെ കൊണ്ടുപോയി നിന്ന് നമ്മൾ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുക ചെയ്തത്. ആൻഡ് ഓൾസോ ഇതൊരു 10-20 minutes ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വ്യൂ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, അതൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ. ഓൾസോ ഇതിൻ്റെ
സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചേട്ടൻ മൈക്കിൽ പറയുന്നുണ്ടായിരുന്നു. ദെൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ബീച്ചിൽ കളിച്ച് രണ്ടെണ്ണം കൂടി കോപ്രായങ്ങൾ കാണിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ സ്റ്റെപ്പല്ല, നമ്മൾ നേരെ കുറച്ച് വാക്ക് ചെയ്ത് നമ്മൾ ചെയർ ലിഫ്റ്റ് കയറിയില്ലേ ആ സ്പോട്ടിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും ഒരു അറൗണ്ട് 10 minutes വാക്ക് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെയർ ലിഫ്റ്റിൽ തന്നെ റിട്ടേണും യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ 1 side ചെയർ ലിഫ്റ്റും പിന്നെ 1 side നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തത്. പിന്നെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കിവിടെ സൂപ്പർ സേവർ എന്ന് പറഞ്ഞ ടിക്കറ്റ് ഉണ്ട്. സോ 12 pounds കൊടുത്ത് ഈ സൂപ്പർ സേവർ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് 15 tickets കിട്ടും. സോ ഒരു ടിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് £1 സോ ഇപ്പോൾ നമ്മൾ ചെയർ ലിഫ്റ്റ് അല്ലാണ്ട് നോർമൽ പേ ചെയ്യുവാണെങ്കിൽ 1 side 6 pounds, ബോത്ത് സൈഡ്സ് 10 pounds ആണ്. സോ നമ്മുടെ കയ്യിൽ അപ്പോൾ എക്സ്ട്രാ ഒരു 3 pounds ഉണ്ടാവും, ഒരു 3 tickets ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സ്പോർട്സിലൊക്കെ കയറാമെന്ന്. പക്ഷേ ഇതെല്ലാം മെയിൻലി കിഡ്സിനാണ് യൂസ് ആയിട്ടുള്ളത്. നമുക്ക് ഒരു ആവേശത്തിൻ്റെ പുറത്തെടുത്താണ്, നമുക്കറിയില്ലായിരുന്നു. മോസ്റ്റ്ലി ഉണ്ടായത് കിഡ്സ് ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് മനസ്സുകൊണ്ട് ചെറുതാണെങ്കിലും ശരീരം കൊണ്ട് വലുതായതുകൊണ്ട് നമുക്ക് അതിലൊന്നും കയറാൻ പറ്റില്ല. സോ അവിടെ കണ്ടൊരു ഗെയിമും കളിച്ച് നമ്മൾ 6 months അവിടെ തന്നെ സ്പെൻഡും ചെയ്ത് നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അതാ സംഭവിച്ചത്. പിന്നെ കുറച്ച് ഗെയിം കളിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കിട്ടിയായിരുന്നു. നമുക്ക് ചൂസ് ചെയ്യായിരുന്നു ഏത് വേണമെന്ന്. നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തു. അങ്ങനെ കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് നമ്മൾ നീഡിൽസിൽ നിന്ന് ഇറങ്ങിയത്. സോ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് അൽപാക്ക ഫാമിലേക്കായിരുന്നു പോയത്. ഇവിടെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ 10 pounds 4 pence ആണ് പെർ പേഴ്സൺ വരുന്നത്. 2 pounds കൊടുത്താൽ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡും കിട്ടും. നമ്മളോട് ആദ്യമേ പറഞ്ഞാൽ ഇവൾക്ക് ഫീഡ് ചെയ്തിട്ട് കാരണം ഇവളുടെ ഡെലിവറി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ഡോങ്കി ഉണ്ടായിരുന്നു, അതുപോലെ ബണ്ണീസ്, പിന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കോഴികൾ. പിന്നെ നമ്മൾ ഫീഡ് ചെയ്തു. ലാമേനെയാണ് നമ്മൾ ഫീഡ് ചെയ്തത്. അത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, തൊടാനൊക്കെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് 2 കുഞ്ഞാട് തമ്മിൽ ഗുസ്തി പിടിക്കാനായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ക്യൂട്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. കുറച്ചധികം നേരം നമ്മൾ അങ്ങനെ നോക്കി നിന്നു. പിന്നെ നമ്മൾ ഈ കുഞ്ഞാടിന് പുല്ലൊക്കെ കൊടുത്തു കേട്ടോ, ആൻഡ് തൊടാനൊക്കെ സമ്മതിച്ചു. ഭയങ്കര ഒരു പാവമായിരുന്നു. ഇതാണ് നമ്മുടെ അൽപാക്ക. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. എല്ലാവരും നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം നല്ല റെസ്പോൺസൊക്കെ കിട്ടിയൊരു വീഡിയോ തന്നെയായിരുന്നു. എനിക്ക് ആനിമൽസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഭയങ്കര ജീവനാണ്. സോ അവരോടൊക്കെ ബായ് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കിങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളൊരു ഷോപ്പും കൂടെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. ഒരാൾ ഐ ലവ് ഫൈറ്റിൻ്റെ ഹണിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോണത്. അതാണ് കയ്യിൽ നിധി പോലെ സൂക്ഷിച്ച് വെച്ചേക്കാം, നിധി പോലെ. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് വന്നിട്ട് ഷാങ്ക്ലിൻ ഓൾഡ് വില്ലേജ് ആയിരുന്നു. ഇവിടെയുള്ളൊരു ഷോപ്പായിരുന്നു. അവിടെ നമ്മൾ സൊവനിയറൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അത്യാവശ്യം ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. അത് ബീച്ചിലൊക്കെ പോയി. ഗൈസ്, ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ നടുക്ക് കൂടിയാണ്. ഇംഗ്ലീഷ് ചാനലിൻ്റെ മധ്യ ഉള്ള ഒരു ഭാഗത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ നേരെ ഇംഗ്ലീഷ് ചാനൽ BBC കേട്ടിട്ടില്ലേ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ, അതല്ല പണ്ടാറം. ഏറ്റവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ചാനലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതെ, അതല്ലടി കറക്റ്റ് സെൻറ്റർ എത്തി തോന്നുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു കപ്പൽ ചാലാണിത്. ഇപ്പൊ ഇങ്ങനെ കുളിക്കുന്നുണ്ട്. ഓൾസോ ഇത് ഇംഗ്ലീഷ് ചാനലാണോ? ഇംഗ്ലീഷ് ചാനലാണെന്ന് തോന്നുന്നു. അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് കാണുന്നത് ഫ്രാൻസ് ആണ്. പക്ഷെ ഇത് ഇംഗ്ലീഷ് ചാനലാണെന്ന് തോന്നുന്നില്ല കേട്ടോ. ആദ്യം തോന്നുന്നു ഇത് ആക്ച്വലി ഇത് സോളന്റ് എന്നാണ് പറയുന്നത്. സോളന്റ് ഇംഗ്ലീഷ് ചാനലല്ല. സോളന്റ് എന്താ? സോളന്റിന്റെ മീൻസ് സോൾ എന്ന് പറഞ്ഞാൽ കാലിന്റെ കാൽപാദം. കാൽപാദത്തിന്റെ എൻഡ് അതല്ലടി, ഞാൻ നോക്കട്ടെ. സോളന്റ്
ഇതൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കണോ? Okay. The Solan is a strait between the Isle of Wight and the mainland Great Britain. Okay. The major ഇൻഫോർമേഷൻ പകർന്നു തരുന്ന ഋതിനെ കാണുന്നത്. So the major historic ports of Southampton. ഇതൊരു സ്ട്രെയിറ്റ് ആണ്, ലൈക്ക് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക കണക്ട് ചെയ്യുന്ന മറ്റേ ഒരു രാമേശ്വരം പാലം. പാലല്ലടാ, ആ ഒരു ഏരിയക്ക് അതൊരു സ്ട്രെയിറ്റ് ആണ്. അതുപോലെ ഇതും ഒരു സ്ട്രെയിറ്റ് ആണ്. പിന്നെ മുറിച്ച് രണ്ടാക്കി വിളിക്കുന്ന ഷിപ്പാണ്. അതായത് സോ നമ്മൾ അങ്ങനെ പോർട്സ്മത്ത് എത്തിയപ്പോൾ തന്നെ നമ്മൾ നേരെ പോയത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. നമസ്തേ എന്നായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. പോർട്സ്മത്തിലുള്ളതാണ്. സോ പോർട്സ്മത്ത് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ജോയിൻ ചെയ്തായിരുന്നു. പിന്നെ കഥകളായി വിശേഷങ്ങളായി ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡെല്ലാം വന്നായിരുന്നു. നമ്മൾ ഓർഡർ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. നമ്മുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ഓഫ് ദോശാസ് ആയിരുന്നു മെയിൻലി. പൊടി ദോശ, പൊടി ഇഡ്ഡലി, നെയ് റോസ്റ്റ്, മസാല ദോശ, പിന്നെ 2 ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴത്തേക്കും നമുക്ക് പോകാൻ സമയമായി. സ്നേഹപ്രകടനമാണ് ഈ കണ്ടത്. സോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ഫോർ മോർ കോണ്ടന്റ് ലൈക്ക് ദിസ്. ടാറ്റാ.